ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദേവിക. സോ എങ്ങനെയാ ഗൈസ്, നിങ്ങളുടെ വീട്ടിലൊക്കെ ചൂടുണ്ടോ? ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ചൂടുണ്ട്. സോ ചൂടത്ത് നമ്മൾ മസ്റ്റായിട്ട് വെയർ ചെയ്യേണ്ട ഒരു സാധനമാണ് സൺസ്ക്രീൻ. തമ്മിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്താണെന്ന്. ഇന്ന് ടോപ്പ് 5 സൺസ്ക്രീൻ ആണ് ഗൈസ്. പക്ഷെ എൻ്റെ കയ്യിൽ 3 ഇപ്പോൾ ഉള്ളൂ. ബാക്കി 2 റിവ്യൂ ഞാൻ പറയുന്നതാണ്. സോ ടോപ്പ് 5 ബെസ്റ്റ് 3 വരുന്ന 3 ഇതെന്ന് പറയുന്നത്. ഈ കാണിക്കുന്ന സൺസ്ക്രീനൊക്കെ ഓയിലി സ്കിന്നുകാർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് ആക്കാൻ പറ്റുന്ന സൺസ്ക്രീനാണ് ഞാൻ കാണിക്കുന്നത്. കാര്യം എൻ്റെ ഓയിലി സ്കിന്നാണ്. ഈ ചൂടത്ത് വേർത്തൊലിച്ച് പോകുമ്പോൾ മറ്റേ സിമെന്റ് പൊട്ടിയിട്ട പോലെ ഇളകി പോവാത്ത സൺസ്ക്രീനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേനും UV ഡോക്സിന്റെ ഈ ഒരു സൺസ്ക്രീൻ ആണ്. കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്, പക്ഷേ ആ ഒരു റേറ്റിന് ഭയങ്കര വെർത്താണ്. ഒട്ടും ടാനാക്കത്തില്ല, വൈറ്റ് കാസ്റ്റേ ഇല്ല. നമുക്ക് അപ്ലൈ ചെയ്യാനായാലും റീഅപ്ലൈ ചെയ്യാനായാലും ഭയങ്കര ഈസിയാണ്. കുറച്ചൊരു 5 മിനിറ്റ്സ് നമുക്കൊന്ന് സെറ്റിൽ ആവാനായിട്ട് ടൈം കൊടുക്കുക. ആ ഒരു ഇതേ ഉള്ളൂ. വൈറ്റ് കാസ്റ്റ് തീരെ ഇല്ല. ഒരു മൂസ് പോലെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകുന്നതാണ്. അത് ഇടുമ്പോഴത്തേന് നമുക്കൊരു മുഖത്തിന് ഒരു ഗ്ലോ വരുന്നുണ്ട്, ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഇത് സിലിക്കൺ ബേസ്ഡ് സൺസ്ക്രീൻ ആണ്. 50 PA+++++ ട്രിപ്പിൾ പ്ലസ് ഉണ്ട്. എനിക്കിത് ഡോക്ടർ സജസ്റ്റ് ചെയ്ത സൺസ്ക്രീൻ ആണ്. സോ പിമ്പിൾസ് വരുന്നത് മാറാനും അതുപോലെ തന്നെ പിമ്പിൾസിന് അത്യാവശ്യം സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണ്. പിന്നെ ഇതിലെ ബെസ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പോഴ്സ് ക്ലോഗ് ആവത്തില്ല. പിമ്പിൾ വരുന്ന കുറയ്ക്കും, പോഴ്സ് ക്ലോഗ് ആവത്തില്ല. പിന്നെ ഓയിലി സ്കിന്നുകൾക്ക് ബെസ്റ്റ് ആണ്. പിന്നെ ഇത് ഓൾ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ്. എന്നെപ്പോലെ ഓയിലി സ്കിന്നുള്ളവർ മസ്റ്റായിട്ട് വാങ്ങിച്ചിരിക്കേണ്ട ഒരു സൺസ്ക്രീൻ ആണ്. അടിപൊളി സൺസ്ക്രീൻ ആണ്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇത് വേർത്താണ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഒരു 800 സംതിങ്ങിനാണ് ഞാൻ വാങ്ങിച്ചത്. ഓഫറിൽ വരികയാണെങ്കിൽ 700 സംതിങ്ങിന് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമ്മൾ പുറത്തുനിന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 900 സംതിങ് ആവുമെന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കൽ വാങ്ങിച്ചപ്പോഴത്തേന് 900 സംതിങ് ആയി. എൻ്റെ ഓൺലൈനിൽ ഞാൻ മേടിക്കുവാണെങ്കിൽ ഞാൻ ലാസ്റ്റ് മേടിച്ചത് 700 സംതിങ് ആണ്. അടിപൊളി സൺസ്ക്രീൻ. നമുക്ക് റീഅപ്ലൈ ചെയ്യാനായാലും നമുക്ക് ഒട്ടും വൈറ്റ് കാസ്റ്റ് വരും, നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ആണ്. ആൻഡ് സിലിക്കൺ ബേസ്ഡ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ അത്യാവശ്യം നല്ലപോലെ വൈറലായ ഒരു സൺസ്ക്രീൻ ആണ്. ആൻഡ് ഇതിൻ്റെ കളറാണ് കുറച്ച് യുണീക്ക് ആക്കുന്നതിന്. പേർപ്പിൾ കളറിൽ വരുന്ന നമ്മുടെ കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ സൺസ്ക്രീൻ. SPF 50 PA+++++ 4+ ഉണ്ട്. UVA UVB ബ്രോഡ് സ്പെക്ട്രം. സോ അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ തരുന്ന ഒന്നാണ്. റേറ്റ് ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചതിനേക്കാളും കുറച്ച് കുറവാണ്. ഒരു 300 റേഞ്ചിൽ വരുന്നൊരു സൺസ്ക്രീൻ ആണ്. ആൻഡ് ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസിയാണ്, ഒട്ടും ഓയിലി അല്ല. ആൻഡ് നമുക്കിതൊരു ഡോയി ലുക്ക് തരാനായിട്ട് അടിപൊളിയാണ്. കണ്ടോ, പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ആയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ സ്കിന്ന് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഗ്ലോ വരുത്താനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. ആൻഡ് വൈറ്റ് കാസ്റ്റ് 0 വൈറ്റ് കാസ്റ്റ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർബായി പോകുന്നതാണ്. ഡോയി ലുക്ക് വേണമെങ്കിൽ നമുക്ക് ബേസ് ആയിട്ട് ആദ്യം ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള മേക്കപ്പിലോട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത്. റീഅപ്ലൈ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസ് ഡ്രൈ ആക്കിയ ശേഷം ഒന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാര്യം ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസിയാണ്. സോ നമ്മൾ വേർതിരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പുറത്തുകൂടി ഇടുവാണെങ്കിൽ കുറച്ചൊരു വാട്ടറി ആ ഒരു ഫീൽ വരും. സോ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് നമുക്ക് ഒന്ന് ഡ്രൈ ആക്കിയ ശേഷം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ആൻഡ് ഇതിൽ നിയാസിനമൈഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും സഹായിക്കുന്ന ഒന്നാണ്. ആൻഡ് ഇത് ഓൾ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന, നേരത്തെ പറഞ്ഞ സൺസ്ക്രീൻ പോലെ ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ആൻഡ് ഇത് 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു വലുതുണ്ടെന്ന് തോന്നുന്നു, 100 ഗ്രാമിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഇതൊരു 300 റേഞ്ച് വരുന്ന ഒന്നാണ്. മറ്റൊന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ റേറ്റ് വൈസ് കുറവാണ്. ആൻഡ് നമുക്ക് ഡെയിലി ബേസിസ് യൂസ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ ഇതിൽ പറയേണ്ട വേറൊരു മെയിൻ പോയിന്റ് എന്ന് പറയുമ്പോൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. നമുക്ക് മുഖം കഴുകിയാലോ അങ്ങനെയൊന്നും പോകത്തില്ല. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് സൺസ്ക്രീൻ ആണിത്. ഈ ഒരു റേറ്റിൽ ഭയങ്കര വേർത്താണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത യൂസ് ചെയ്ത ആദ്യത്തെ സൺസ്ക്രീൻ ആണ് ഇത്.
ഞാനങ്ങ് ഫാനായിപ്പോയി. കാര്യം ഓയിൽ കണ്ടന്റ് എന്ന് പറയുന്നത് 0 ഓയിൽ കണ്ടന്റ് ആണ്. എങ്ങനെ ഇവരിത് മേക്ക് ചെയ്യണമെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് ഓയിൽ തീരെ ഇല്ലാണ്ട് ഒരു മൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇത് വരുന്നത്. ആൻഡ് ഇത് മാറ്റ് ഫിനിഷ് ആണ്. നേരത്തെ പറഞ്ഞ ഈ വാട്ടറി ആ ഒരു കൈൻഡ് ഓഫ് ഇതല്ല. ആൻഡ് ഇതൊരു മാറ്റ് ഫിനിഷ് ആണ്. നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേനും ഓയിലി സ്കിൻ ഉള്ളവരായാലും അല്ല ഏത് ടൈപ്പ് ഓഫ് സ്കിൻ ആയാലും നമുക്ക് അത്യാവശ്യം നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ആൻഡ് 0 വൈറ്റ് കാസ്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബായി ഡ്രൈ ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ് നമുക്ക് തരുന്നതാണ്. ഇതിൽ SPF 55+, PA+++, ട്രിപ്പിൾ+ ഉണ്ട്. സോ അത്രയും പ്രൊട്ടക്ഷൻ തരുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ 55+ ആണ് വരുന്നത് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേനും. ആൻഡ് ദ മെയിൻ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ റേറ്റ് വൈസ് പറയുകയാണെങ്കിൽ 250 റേഞ്ചാണ് വരുന്നത് ഗൈസ്. അതിന് എനിക്കൊന്നും പറയാനില്ല, അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത സൺസ്ക്രീൻ ആണ് ഇതെന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. അതിനുശേഷമാണ് ഞാൻ ഈ 2 സൺസ്ക്രീൻ വാങ്ങിച്ചത്. സോ ഞാൻ ഒരുപാട് കാലം യൂസ് ചെയ്തൊരു സൺസ്ക്രീനാണ്. നമുക്ക് അത്യാവശ്യം ടാനിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിക്ക് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണ്. ഡീകൺസ്ട്രക്റ്റിന്റെ ലൈറ്റ് വെയിറ്റ് ജെൽ സൺസ്ക്രീൻ ആണ്. ജെൽ കൺസിസ്റ്റൻസിയാണ്. നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്പെഷ്യലി നമുക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ മസ്റ്റ് ട്രൈ ആണിത്. എല്ലാവരും ഓയിലി സ്കിന്നുള്ള എല്ലാവരും വാങ്ങിച്ചിരിക്കേണ്ട ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. നെക്സ്റ്റ് സൺസ്ക്രീൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ലോറിയൽ പാരീസിന്റെ സൺസ്ക്രീൻ ആണ്. ഇപ്പം എൻ്റെ കയ്യിലില്ല ഗൈസ്, സോറി, തീർന്നു പോയി. സോ ഞാനത് വീണ്ടും റീപർച്ചേസ് ചെയ്യാനായിട്ട് വിട്ടുപോയി. സോ അതിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ ഒരു പൊടിക്ക് വൈറ്റ് കാസ്റ്റ് ഉണ്ട്. ടു ബി ഫ്രാങ്ക്, ഒരു പൊടിക്ക് വൈറ്റ് കാസ്റ്റ് അല്ല, അത്യാവശ്യം വൈറ്റ് കാസ്റ്റ് ഉണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ അത്യാവശ്യം വൈറ്റ് കാസ്റ്റ് വരും. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേർക്കുമ്പോഴത്തേനും വൈറ്റ് കളർ ഇങ്ങനെ നമ്മുടെ വേർപ്പിൽ വൈറ്റ് കളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഗൈസ്. സോ അതിൻ്റെ റേറ്റ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 500 റേഞ്ചാണ് വരുന്നത്. പക്ഷേ പ്രൊട്ടക്ഷൻ അത്യാവശ്യം നല്ല രീതിക്ക് തരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാനും കാര്യം. അത്യാവശ്യം നന്നായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പൗഡറൊക്കെ വെച്ച് സെറ്റ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നൊരു സൺസ്ക്രീനാണ്. ആൻഡ് ഓയിലി സ്കിന്നിനായാലും അത് എനിക്ക് തോന്നുന്നു പല റേഞ്ചിലുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഓയിലി സ്കിന്ന്, ഓൾ സ്കിൻ ടൈപ്പ് ആൻഡ് അതുപോലെ ഡ്രൈ സ്കിന്നിന് അങ്ങനെ സെപ്പറേറ്റ് ഓരോരോ സ്കിൻ ടൈപ്പിന് ഓരോരോ സ്പെസിഫിക് സൺസ്ക്രീൻ അത് ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു റേഞ്ചിൽ. അത്യാവശ്യം നല്ല രീതിക്ക് പ്രൊട്ടക്ഷൻ തരും. നമുക്ക് റീഅപ്ലൈ ചെയ്യാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ആൻഡ് അതിലും SPF 50, PA+, ട്രിപ്പിൾ+ ഉണ്ട്. ആൻഡ് അത്യാവശ്യം നല്ല രീതിക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സൺസ്ക്രീനാണത്. നെക്സ്റ്റ് സൺസ്ക്രീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അക്വലോജിക്കയുടെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സൺസ്ക്രീനാണ്. എല്ലാവരും എനിക്കൊന്ന് ഓൾമോസ്റ്റ് കുറേ പേര് യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീനാണ് അക്വലോജിക്കയുടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൈറ്റ് കാസ്റ്റ് തീരെയില്ല. പിന്നെ ഓയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡീകൺസ്ട്രക്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ കുറച്ച് ഒരു പൊടിക്ക് ഓയിൽ ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് പ്രൊട്ടക്ഷൻ അത്യാവശ്യം പ്രൊട്ടക്ഷൻ ഉണ്ട്. ആൻഡ് റേറ്റ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ലോറിയലിനെ UV ഡോക്സിനേക്കാളും അത്യാവശ്യം റേറ്റ് കുറവാണ്. നമുക്കൊരു ഗ്ലോയി ഫിനിഷ് തരുന്നതാണ്. മാറ്റ് ഫിനിഷ് അല്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ മാറ്റ് ഫിനിഷ് അല്ല, ഒരു ഗ്ലോയി, കുറച്ചൊരു എന്താ പറയുക, ഗ്ലോയി ഡൂയി ഫിനിഷ് തരുന്ന ഒരു സൺസ്ക്രീനാണ് അക്വലോജിക്കയുടെ എന്ന് പറയുമ്പോൾ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 100% വൈറ്റ് കാസ്റ്റ് അതില്ല എന്ന് പറയുന്നില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഞാനിത് വേർക്കുമ്പോഴത്തേനും ചെറിയ രീതിക്ക് വൈറ്റ് കളർ ഇങ്ങനെ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണലി ഞാൻ പറയുന്നതാണ്. കാര്യം എനിക്ക് യൂസ് ചെയ്തപ്പോൾ അങ്ങനെ തോന്നിയത്. ഈ വേറെ സ്കിൻ ടൈപ്പുള്ളവർക്ക് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നു. ഓയിലി സ്കിന്നിന് ഞാൻ ഒരു 80% സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത്രയും സൺസ്ക്രീനാണ് നമ്മുടെ ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്ന കുറച്ച് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. കുറച്ച് അഫോർഡബിൾ ആണ്. ഇതിൽ ഈ ഒരു UV ഡോക്സിൻ്റെ മാത്രമേ കുറച്ചൊരു റേറ്റ് കൂടുതലുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. ആൻഡ് നമുക്ക് ഇതിൽ ടോപ്പ് 3 പറയാൻ ഞാൻ ഇത് 3 പറയത്തുള്ളൂ. കാര്യം നമ്മുടെ ഓയിൽ സ്കിന്നുകാർക്ക് എല്ലാം ചേരത്തില്ല, എനിക്കറിയാം. ഒരു പരിധിവരെ മിക്കതും ചേരത്തില്ല. സോ ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 3 സൺസ്ക്രീനാണ് ഇതെന്ന് പറയുന്നത്. ആൻഡ് ലോറിയലും അക്വലോജിക്കയും അത് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഇതിൽ 3-ൽ ബെസ്റ്റ് പറയാൻ പറഞ്ഞാൽ ഞാൻ UV ഡോക്സ് പറയും. കാര്യം അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ തരും, ഒട്ടും ടാൻ ആക്കത്തില്ല. പിന്നെ റേറ്റ് വൈസ് കുറച്ച് കൂടുതലാണ്. റേറ്റിന്റെ കാര്യം കൊണ്ട് കുറച്ച് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇത് രണ്ടും കുറച്ചുകൂടി ബെറ്റർ ആണ്. കാര്യം ഇത് റേറ്റ് കുറച്ച് കൂടുതലാണ്. ആൻഡ് ഇത് റേറ്റ് ഭയങ്കര അഫോർഡബിൾ ആണ്. നമ്മൾ അക്വലോജിക്കനേക്കാളും ആൻഡ് ലോറിയലിനേക്കാളും അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണ് ഈ 2 സൺസ്ക്രീൻ എന്ന് പറയുന്നത്. നമുക്ക് തീരെയും ഓയിലി ആക്കത്തില്ല ഫേസ്. ഗൈസ്, ഇപ്പോൾ സമ്മർ സീസൺ ആണ്, ഞാൻ പറഞ്ഞു തരണ്ട. അത്യാവശ്യം നല്ല രീതിക്കൊക്കെ സൺസ്ക്രീൻ അത്യാവശ്യം നല്ല തിക്കായിട്ട് ഇടുക.
ഫേസും നെക്കും കവർ ചെയ്യുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഇടുക. ഒരു 2 hours കഴിഞ്ഞിട്ട് റീഅപ്ലൈ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ടാനിങ് ഒരു പരിധിവരെ നമുക്ക് അതിൽ നിന്ന് തടയാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, 100% നമുക്ക് ഒരു സൺസ്ക്രീനും അതിപ്പോൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളതായാലും എത്ര അഫോർഡബിൾ ആയിട്ടുള്ളതായാലും നമുക്ക് ഒരു സൺസ്ക്രീനും 100% പ്രൊട്ടക്ഷൻ തരില്ല. സോ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് പുറമെയായിട്ട് നമ്മൾ കുടയും കൂടി യൂസ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം ടാൻ ഇല്ലാണ്ട് നമുക്കൊന്ന് രക്ഷപ്പെട്ട് ജീവിച്ച് പോകാൻ പറ്റുന്നതാണ് ഗൈസ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.